ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ മസ്റൂറ ബാത്തിമ എന്ന ചാനലിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ആളുകൾ വല്ലാണ്ട് കുരു പൊട്ടിയിട്ട്, എനിക്കറിയാമായിരുന്നു കുരു പൊട്ടി ഒഴുകി വരും, ഞാൻ പ്രതീക്ഷിച്ച അത്രയൊന്നും ഉണ്ടായില്ല. എന്തായാലും കുറേ ആളുകൾ ഇതറിഞ്ഞിട്ട് ഇത് തിരിച്ചറിഞ്ഞിട്ട് പ്രതികരിച്ച ആളുകളുണ്ട്. ഒരുപാട് സന്തോഷം. കാര്യം പൊയ്മുഖങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി കുറച്ച് മനുഷ്യർക്കെങ്കിലും ഉണ്ടല്ലോ എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ എണ്ണം കുരു പൊട്ടി വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ആ കുരുപൊട്ടൽ കണ്ടിട്ട് തന്നെയാണ്. ഇപ്പോഴും കുരുപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബാക്കി ഒരു മറുപടിയും കൂടെ കൊടുത്തേക്കാന്ന് കരുതി ഞാനിവിടെ പ്ലേ ചെയ്യുന്ന ഈ ഒരു വീഡിയോ എനിക്ക് ഇവരുടെ ഒരു താത്തയുടെ വീഡിയോ ചാനലിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ. എക്സാക്റ്റ് ഈ സ്ത്രീയുടെ ഫേസ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. അപ്പോൾ ഇത് കണ്ടിട്ടും ആളുകൾ പറയും അവർ ദ്രോഹിച്ചിട്ടായിരിക്കും, അങ്ങനെ ചെയ്തിട്ടായിരിക്കും, ഇങ്ങനെ ചെയ്തിട്ടായിരിക്കും. എല്ലാ മനുഷ്യരെയും ഒരു വീഡിയോ ഇട്ടാൽ എത്ര നല്ല വീഡിയോ ആണെങ്കിലും അതിന് നെഗറ്റീവും പോസിറ്റീവും പറയാനായിട്ട് ആളുകളുണ്ടാവും. ഇത് ഫാമിലി വ്ലോഗാണ് അവരിടുന്നത്. അപ്പോൾ അവരതിൽ തന്നെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അറിയുന്ന ആളുകൾ അത് വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവരുടെ വായടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് പിന്നോടെന്നുള്ള ഒരു സ്ഥലപ്പേരാണ് പിന്നോട്, കെട്ടിടം ജംഗ്ഷൻ. അവിടെ നിന്നുള്ള ഒരുത്തി എൻ്റെ ലൈവിലും കയറിയേക്കരുത്. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒരു കാര്യം പറയരുത്. ഇവരെപ്പറ്റി ഒന്നും പറയരുത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് കാര്യങ്ങൾ പറയാനല്ലെന്ന്. ഇവരെപ്പോഴും സപ്പോർട്ട് ചെയ്ത് താങ്ങി ഇരിക്കാനാണ്. എന്ത് നല്ലതല്ലാത്ത കാര്യം കണ്ടാലും മിണ്ടരുത്. അതാണ് ഇവർ വാൺ ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ആരും ഇവരെ പറ്റിയിട്ട് ഇവരുടെ പരിസരത്തുള്ള കുറേ പേര് അവിടെ ഇവിടെയും കമൻ്റ് ഇടുന്നുണ്ട് എന്നുള്ളതല്ലാതെ വിമർശിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. പേടിച്ചിട്ടാണ്, അത്ര ഭീഷണിപ്പെടുത്തിയാണ് ആ സ്ത്രീ വെച്ചേക്കുന്നത്. ഈ ജസ്റ്റ് എല്ലാവരെയും കാണിച്ച ഒരു വീഡിയോയിൽ ഇത്രയൊരു ഭീഷണി അവർക്ക് ഇടാമെങ്കിൽ, ഇത് മുമ്പ് ചെയ്ത വീഡിയോയാണേ. ഇപ്പോൾ ഒന്ന് തനി തങ്കം പാവം പത്തരമാറ്റായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നു. ഇത് മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ പോർഷനാണ്. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് അവരെയൊക്കെ പോയി നന്നായിട്ട് പേടിപ്പിച്ചായിരിക്കും വെച്ചേക്കുന്നത്. എല്ലായിടത്തും ഇറക്കുന്ന ഒരു കാടെന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. എൻ്റെ കുട്ടികൾക്ക് വല്ലതും പറ്റിയാലുണ്ടല്ലോ, അവരെ ഞാനാണ് വളർത്തുന്നത്, ഞാൻ സ്നേഹിച്ചാണ് വളർത്തുന്നത്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ലോകത്തുള്ള അമ്മമാരൊക്കെ പിന്നെ മക്കളെ കൊണ്ടുപോയി കളയുമല്ലേ ചെയ്യുന്നത്. അമ്മമാരൊന്നും മക്കളെ വളർത്തുന്നില്ല. ഈ ഒരു സ്ത്രീ മാത്രമേ ഈ ലോകത്ത് മക്കളെ വളർത്തുന്നുള്ളൂ. ആരും മക്കളെ വളർത്തുന്നുമില്ല. ഈ സ്ത്രീ ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ചാരിറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. കുറേ സ്ത്രീകളുണ്ട് ഇതേപോലെ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ. ഈ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ നാട്ടുകാരുടെ ഉത്തരവാദിത്വം അല്ല. അതുങ്ങൾ ഒരു പ്രായം വരെ എത്തിക്കുക, വളർത്തി വലുതാക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലാതെ ആരുടെ ഔദാര്യമൊന്നും അല്ല. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്ന പോലെയുണ്ട്. കുഞ്ഞുങ്ങളെ വളർത്തണം. ഏത് നേരം ഒരു കാർഡാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്ന കാർഡ്. ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സ്ത്രീ പറയുന്നുണ്ട് റിപ്പോർട്ട് അടിക്കുമെന്ന്. ഈ പറയുന്ന ഏതോ ഒരു സ്ത്രീയുടെ ചാനൽ റിപ്പോർട്ട് അടിച്ചിട്ട് വീട്ടിലേക്ക് തിരക്കി ചെല്ലുമെന്ന്. അപ്പോൾ ഈ സെയിം സംഭവം തന്നെയല്ലേ നമ്മുടെ ഷാജിദ ഇവർക്കെതിരെ പറഞ്ഞത്. അപ്പോൾ ഷാജിദ ഇവർക്കെതിരെ പറഞ്ഞപ്പോൾ ഇവർക്കത് വല്ലാണ്ട് കൊണ്ടിട്ട് ഇവർ വീഡിയോ ചെയ്തു. അപ്പോൾ ഇതിന് ഷാജിദ പറയുന്നതിന് മുമ്പ് ഈ സ്ത്രീ വേറൊരു സ്ത്രീക്കെതിരെ പറഞ്ഞ കാര്യമാണിത്. അതെന്നിട്ട് മൂടി വെച്ചേക്ക്. ഇപ്പോൾ ഈ ഒരു വീഡിയോ വന്നതുകൊണ്ട് എന്തായാലും അത് പുറത്തായിട്ടുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു മുഹമ്മദ് ആരൂൺ 9782 എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അപ്പം തന്നെ മറുപടിയും കൊടുക്കും. എനിക്ക് കൊടുക്കണം തോന്നുന്ന രീതിയിൽ തന്നെ ഞാൻ മറുപടി കൊടുക്കും. ഞാനല്ലാതെ പഞ്ചപാവുകയാണെങ്കിൽ മിണ്ടാത്ത പൂച്ചയാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് കിട്ടുന്ന തോതിനനുസരിച്ചിട്ട് ഞാൻ മറുപടി കൊടുക്കും. ഇനി മറുപടി കൊടുക്കാൻ പറ്റാത്ത തോതിലുള്ള കമൻറ്റാണ് വരുന്നതെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞ കമൻറ്റിനെ എനിക്ക് 2 വർത്താനം പറയണമെന്ന് തോന്നി. ഇയാൾ പറഞ്ഞത് അവൾ തുണിയില്ലാതെ നിന്നൊന്നും അല്ലല്ലോ വീഡിയോ ചെയ്യുന്നത്, മക്കൾക്ക് വേണ്ടിയല്ലേ. ഇയാളോടാണെങ്കിൽ എനിക്ക് ആദ്യത്തെ കാര്യം പറയാനുള്ളത്, മക്കളെന്ന് പറഞ്ഞാൽ അവളുടെ അവളുടെ ഹസ്ബൻഡിൻ്റെയും കൂടെ, നാട്ടുകാരുടെ ഉത്തരവാദിത്വമൊന്നും അല്ല. മക്കളെ വളർത്തുക എന്ന് പറയുന്നത് അവരുടെ കടമ തന്നെയാണ്. എന്നിട്ട് ഇത്രയും ആളുകൾ സഹായിച്ച് ഇത്രയധികം സെക്യൂർ ആയിട്ടുള്ള ഒരു വീടുമായി എല്ലാ സൗകര്യങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞ് പിന്നെയും ദിവസവും പയാരം പറയുന്നതിനെയാണ് ജനങ്ങൾ വിമർശിക്കുന്നത്. ആവലാതി തീർന്നിട്ട് ഒരു സെക്കൻഡ് സമയം പോലും ആ സ്ത്രീക്കില്ല. വീണ്ടും വേണം പുതിയ ചാരിറ്റി എടുത്തുകൊണ്ട് വരികയാണ്. എവിടെയെങ്കിലും ആർക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുകാർ, നല്ല രീതിയിൽ പോകുന്ന ഈ ചാനലുകാർക്കെല്ലാം ഓരോ ആളുകളുടെ ദാരിദ്ര്യത്തെ എടുത്തു വെച്ചിട്ട് ഒരു ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ട് കണ്ടന്റ് ആയില്ലേ, അങ്ങനെ അങ്ങ് വീഡിയോ ചെയ്താൽ പോരെ. ഇത് ഇവർ തുടങ്ങിയപ്പോൾ തന്നെ ഇവരിങ്ങനെ ഈ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതിന് അത് ഊടായ്പാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നെന്തോ എക്സ്പ്ലനേഷന് മറ്റേ സ്ത്രീ വന്നിരുന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അത് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും എന്തായാലും അറിയാവുന്ന കാര്യമായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഇയാളുടെ ഫസ്റ്റ് കമൻറ്റ് അങ്ങനെ. സെക്കൻഡ് കമൻറ്റിൽ ഇയാൾ പറഞ്ഞേക്കുന്നത്
ദീനിബോധമുള്ള സ്ത്രീയാണ് അവർ. ദീനിനെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും നീ പറയല്ലേടിയെന്ന്. ഞാൻ പറയരുത്, നിന്റെ ദൈവത്തെപ്പറ്റി ഞാൻ പറയരുത് എന്നുണ്ടെങ്കിൽ നീ നിന്റെ ദൈവത്തെ എടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് കിടക്ക്, അല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലെ അലമാരെ കൊണ്ടുവച്ച് പൂട്ട്. ഇത് ഇന്ത്യയാണ്. ഏത് ദൈവത്തെ പറ്റിയിട്ടും ഇപ്പം മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഏതൊരു കാര്യത്തെ പറ്റിയിട്ട് സംസാരിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ഞാൻ അവിടെ ഒരു ദൈവത്തെ പറ്റിയിട്ട് ഒന്നും വിമർശിച്ചിട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ. എനിക്ക് മതപരമായ ഒരു ബൂസ്റ്റ് ചെയ്ത്, അതിപ്പോൾ ഏത് മതത്തെ പറ്റിയിട്ടാണേലും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. എല്ലാം ഈക്വലാണെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു ദൈവത്തെയും ഒരു മതത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല. ഇത് ഒരു പ്രത്യേക മതക്കാർ അവർക്കെതിരെ പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മനഃപൂർവ്വം ഒരു സംഭവം ഉണ്ടാക്കി അങ്ങ് എടുക്കുകയാണ്. ദീനിനെ പറ്റിയും ദൈവത്തെ പറ്റിയിട്ട് ഞാൻ പറയരുതെങ്കിൽ താനൊക്കെ വീട്ടിലിരുന്ന് പതിയെ ഓതടോ. ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ നാഴിക്ക് 40 വട്ടം ഈ ഒരു മന്ത്രം ഓതിക്കൊണ്ടിരുന്നാൽ ആരാണേലും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നതിനെ പറയും. അല്ലെങ്കിൽ താനൊക്കെ അത് പ്രൈവറ്റായിട്ട് കൊണ്ടുപോയി വെക്കുക. എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരരുത്. മതത്തിൻ്റെ ആ ഒരു വർഗീയത തലയ്ക്കകത്ത് കയറ്റി വെച്ച് തലപ്പാവും കെട്ടി എന്നെ പഠിപ്പിക്കാനായിട്ട് വരരുത്. മതം എന്ന് പറയുന്നത് അത് മനുഷ്യന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാ. അതേത് വിധത്തിലായാലും അത് മനുഷ്യന് നന്മയുണ്ടാകണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് ആളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിനെ താനങ്ങ് വർഗീയതയുടെ വിഷം കയറ്റി തലയെ കെട്ടി വെച്ചിട്ട് പഠിപ്പിക്കാനായിട്ട് വരരുതേ. എന്നോട് പറയരുതെന്ന് പറയാനുള്ള തനിക്കെന്താ അവകാശം? തനിക്ക് അങ്ങനെ തൻ്റെ ദൈവം അങ്ങനെ ആർക്കും പറയാൻ പറ്റാത്തതാണെങ്കിൽ താനത് സ്വകാര്യമായിട്ട് കൊണ്ടുവെക്കണം കേട്ടോളൂ. തന്നോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ സ്ത്രീയുടെ ആ വീഡിയോ, ഈ പഞ്ചപാവമായ പച്ചവെള്ളം പോലും ചവച്ചരച്ച് കുടിക്കുന്ന ഈ സ്ത്രീയുടെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം. എൻ്റെ ബന്ധം തീർന്ന് എൻ്റെ ഭർത്താവിനില്ലാത്ത ദണ്ണം അങ്ങക്ക് ആർക്കും ഇല്ലല്ലോ. പിന്നെ നിനക്കൊക്കെ എന്തിനാണ് പറയാൻ പറ്റുക? പിന്നെ അത്ര ഇതുണ്ടെങ്കിൽ നമ്പർ അങ്ങ് തരാം, എൻ്റെ ഭർത്താവിനെ വിളിക്ക്, അല്ലെങ്കിൽ ബന്ധം തീർന്ന് എന്താണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടുക. ഇങ്ങനെ ഉണ്ടല്ലോ കുറെ. ഇവൾക്ക് ഭയങ്കര അറിവുള്ളവളാണ് ഈ ഫാത്തിമ. ഇവൾക്ക് എന്തേൻ്റെ ഇതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇല്ലാ വചനങ്ങളും ഉള്ള കാര്യങ്ങളായാലും ഇല്ലാ വചനങ്ങളായാലും അവൾ കുറേ ആയി എന്നെ ദ്രോഹിക്കാൻ നടക്കുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്കുള്ള താക്കീതാണേടി, നീ ഓർത്തോളണം. എൻ്റെ ഇളയതാണെങ്കിലും നീ ഓർത്തോളണം, എൻ്റെ മൂത്തതാണെങ്കിലും നീ ഓർത്തോളണം. എന്നെ ഇത്താന്ന് വിളിക്കേണ്ടിയുള്ള യോഗ്യത നിനക്കില്ല. ഒരു കാര്യം മതി, എന്നെക്കുറിച്ച് ഉള്ളതായാലും ഇല്ലാത്തതായാലും നിനക്കൊന്നും പറയാൻ യാതൊരു യോഗ്യത അർഹതയില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ഫാമിലി നല്ലതാണെന്ന് അന്വേഷിച്ചിട്ട് മാത്രം എൻ്റെ കാര്യം പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അള്ളാഹ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യാനും പോണില്ല, ഇനി ചെയ്യേയില്ല. പിന്നെ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം, നിൻ്റെ ഇഷ്ടമാണ് നിൻ്റെ ജീവിതം. അതുകൊണ്ട് നിനക്കുള്ള മറുപടിയാണ്. എൻ്റെ ലൈവിൽ ഇനി പിന്നോട്ടെന്നുള്ള ഏതെങ്കിലും ഒരെണ്ണം വന്ന് അനാവശ്യമായ രീതിയിൽ പറഞ്ഞാൽ, കെട്ടിട ജംഗ്ഷൻ പിന്നോട് പറഞ്ഞാൽ പിന്നെ അപ്പോഴും ബാക്കി ഞാൻ പറയുന്നുണ്ട്. നിനക്കെതിരെ അങ്ങ് കംപ്ലൈൻറ്റ് കൊടുക്കും ഇല്ലാവചനം പറയുന്നതിന്. പിന്നെ എൻ്റെ മക്കളെ വാപ്പ അത് പറയാൻ നിനക്കൊരു യോഗ്യതയില്ല. എൻ്റെ മക്കൾക്ക് വാപ്പ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വാപ്പമാർ ആ സമയത്ത് അവർക്ക് ഉദവിയിരിക്കും. ഇല്ലേ വേണ്ട കേട്ടാ. ഇപ്പം വാപ്പ ഇല്ല എന്ന് പറഞ്ഞിട്ട് മക്കൾ വളരാതിരിക്കുന്നില്ല. അന്തസ്സായിട്ട് തന്നെ അവർ വളരുന്നത്. അവരാരെ മുമ്പ് ഇട്ട് കൊടുത്തിട്ടൊന്നും ഞാൻ പോണില്ല. ഞാൻ ഒരു തള്ളാണ്. ഈ 3 മക്കളെ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റബ്ബിനെ മുൻനിർത്തിയിട്ട് അള്ളാഹു തവക്കൽത്തു അല, എപ്പോഴും എനിക്ക് അള്ളാഹ് ഉണ്ട് എന്ന് എന്നിട്ട് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നിനക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ്, നിന്റെ ഫാമിലി ആദ്യം നേരെയാക്കാൻ നോക്ക്, എന്നിട്ട് എനിക്ക് തരണം റിപ്ലൈ. പിന്നെ ലൈവിൽ നീ കണ്ടു പോവരുത്. നിന്നെ ഞാൻ റിപ്പോർട്ട് അടിച്ചിട്ട് നിന്റെ വീട്ടിലോട്ട് ഞാൻ വരും. ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഫാത്തിമ. പിന്നെ ഇത്താന്ന് വിളിക്കേണ്ടിയുള്ള യോഗ്യത നിനക്കില്ല. പിന്നെ നിന്റെ വാപ്പാന അത് വരട്ടെ, എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുകയല്ലേ. നിനക്കുള്ളൊരു മറുപടിയാണ്. പിന്നെ നീ പ്രതികരിക്കൂല എന്ന് വിചാരിച്ചിട്ട് നീ മിണ്ടാണ്ടിരിക്കുകയും വേണ്ട. ഞാൻ എൻ്റെ ഉള്ളിൽ അത്രത്തോളം നീ പറഞ്ഞതും പറയാത്തതുമായ കാര്യം ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. നിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നിൻ്റെ അടുത്ത് അനാവശ്യ കാര്യങ്ങൾ വന്നിട്ട് പറയാനല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മക്കളെ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഭൂമിയിൽ വസ്ത്രവും ഭക്ഷണവും എല്ലാം ഏകിയിട്ടാണ്. പിന്നെ എൻ്റെ നാവ്, ഞാൻ ഇന്ന് നല്ല രീതിയിൽ നിന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ എന്നെ ചവിട്ടി മെതിക്കാൻ കുറേ എണ്ണം വരും. അതിനില്ല. കാരണം വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. ഞാൻ ഇന്ന് 3 മക്കളെ ഉമ്മയാണ്. അപ്പം എനിക്ക് ഈമാൻ ഉറച്ചിട്ട് നിൽക്കാം. എനിക്ക് റബ്ബുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെയും അന്നത്തിനൊരു മുട്ട് വന്നിട്ടില്ല. അതിനിപ്പോൾ എങ്ങനെ ദ്രോഹിച്ചാലും ശരിയെന്നെ. നിനക്കൊക്കെ ഇനിയും തലയിലൊക്കെ തട്ടയിട്ടിട്ട് എന്തിനാ നടക്കുന്നത്? നിനക്കൊക്കെ ഇനിയും നേരെ ചൊവ്വേ നടന്നൂടെ? നാട്ടുകാരെ കുറ്റവും പറഞ്ഞ് പരദൂഷണവും പറഞ്ഞിട്ട് നടക്കാതാ.
ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. എന്നെ പോലുള്ള കുറേ പേര് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിലൊന്നുമില്ല, നീയൊക്കെ കയറി തലമണ്ടേ നിരങ്ങും. ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്നെ കുട്ടീനെ ഞാൻ കിഴക്കനേലെ സ്കൂളിൽ നിന്ന് മാറ്റിയത്. എന്ത് കാരണം കൊണ്ടാണ് മാറ്റിയെന്ന് അറിയാമോ? എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ് ഒരു ചോദ്യം. എൻ്റെ കുട്ടി, എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിക്കും, എൻ്റെ മക്കളാ നീയൊക്കെ കാരണം വല്ലതും വന്നാലും ഞാൻ ഒരിക്കലും ക്ഷമിക്കൂല. കാരണം എൻ്റെ യൂട്യൂബ്, എൻ്റെ നെറ്റ്, എൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, വേണ്ടാന്നുണ്ടെങ്കിൽ കാണണ്ട. എന്നെ ഒരുപാട് സഹായിക്കാവുന്ന നല്ല മനുഷ്യരുണ്ട്. ഈ പെണ്ണുങ്ങളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പെശത്. ആണുങ്ങൾ ഡീസൻ്റ് ആണ് എന്നാ വെച്ചിട്ട് നോക്കണമെങ്കിൽ. പിന്നെ കുറേ അധികം വന്നതുണ്ട്, അതൊക്കെ വളർത്തു ദോഷമാണ്, അതിനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നെന്താണ്, കുടുംബ കോടതിയിൽ ചെന്നാൽ എന്തിന് വന്നാലും ശരി തന്നെ, ബന്ധം സ്വരച്ചേർച്ച ഇല്ലാന്നുണ്ടെങ്കിൽ ആരും അഹങ്കരിക്കല്ലേ. നീയൊന്നും ഒന്നിൻ്റെ പേരിൽ അഹങ്കരിക്കല്ലേ. ഒരു നിമിഷം മതി റബ്ബ് താത്താനും ഉയർത്താനും. നീ അന്നും അഹങ്കരിക്കരുത്, റബ്ബാണ് പറഞ്ഞത്. നിനക്ക് ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ അത് നീ നിന്റെ രീതിയിൽ ജീവിക്കുക. അവരവർക്ക് അവരവരെ മതവും അവരവരെ ഇതുമാണ്. ഞാൻ ആരെയും കുറ്റം പറയാൻ പോയിട്ടില്ല. അതുകൊണ്ട് നിനക്കുള്ള താക്കീതാണ് ഞാൻ ലൈവ് ഇടും. 2-3 ദിവസം കൂടുമ്പോൾ ലൈവ് ഇടും. കാരണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടി. ഇതിൽ നിന്നൊരു വരുമാനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാനൊരു കാര്യം ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയണം, റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് ദ്രോഹിക്കാൻ വരരുത്. ആത്മഹത്യയുടെ ഘട്ടം വരെ ആയ സമയങ്ങളുണ്ടായിട്ട് റബ്ബ് എന്നെ പടുത്തുയർത്തി ഇവിടം വരെ എത്തിച്ച്. ഈ അരുമ മക്കളെ നോക്കാൻ വേണ്ടി എനിക്കൊരു ആയുസ്സുണ്ട്. ഞാൻ കണ്ണില്ല, കൈയില്ല, അതില്ല, ഇതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരു വയ്യായ്മ ഉണ്ടായിരുന്നു, റബ്ബ് അത് മാറ്റി തന്ന്. ഞാൻ 4 മക്കളെ ജന്മം നൽകി. 3 മക്കളെ എനിക്ക് തന്ന് റബ്ബ്. ഇപ്പോഴും ഞാൻ ഇവിടം വരെ എത്തുന്നതിനും ഒരു കാരണമുണ്ട്. എൻ്റെ രക്തബന്ധങ്ങൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എല്ലാവരും ഉണ്ട്. എൻ്റെ ഉപ്പാക്ക് ഇപ്പം രോഗിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ മതി എനിക്ക് സ്ട്രോങ്ങിന് എൻ്റെ കൂടെ നിൽക്കാൻ. ഞാൻ രാവിലെ ഉറക്കം എണീച്ചിട്ട് എൻ്റെ ഉമ്മാനെ ഉപ്പാനെയാണ് ആദ്യം വിളിക്കുന്നത് ഞാൻ. എന്താണ്? അവർക്ക് വയ്യായ്മ. ഞാൻ അതുകൊണ്ട് ഇപ്പോഴും പറയണം, റബ്ബിനെ സാക്ഷി നിർത്തിയിട്ട് പറയണം, എന്നെ ദ്രോഹിക്കാൻ വരരുത്. എന്നെ ദ്രോഹിക്കാൻ വന്നാൽ മേലിരിക്കുന്ന ഒരു റബ്ബുണ്ടല്ലേ, എൻ്റെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ ആരും ചിരിക്കേണ്ട കാര്യമില്ല. നിനക്കൊക്കെ നാളെ വരും എന്ന് ഓർക്കുക, ഖബറുണ്ടെന്ന് ഓർക്കുക കേട്ടാ. പിന്നെ എൻ്റെ ഭർത്താവിനില്ലാത്ത, എൻ്റെ ബന്ധം തീർന്ന് എൻ്റെ ഭർത്താവിനില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ. പിന്നെ നിനക്കൊക്കെ എന്തിനാണ് പറയാൻ പറ്റുക? പിന്നെ അത്ര ഇതുണ്ടെങ്കിൽ നമ്പർ അങ്ങ് തരാം, എൻ്റെ ഭർത്താവിനെ വിളിക്ക്, അല്ലെങ്കിൽ ബന്ധം തീർന്ന് എന്താണെന്ന് അന്വേഷിക്കുക, എന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്ന് ഇടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്. ഇങ്ങനെ ഉണ്ടല്ലോ കുറേ. ഇവൾക്ക് ഭയങ്കര അറിവുള്ളവളാണ് ഈ ഫാത്തിമ. ഇവൾക്ക് എന്തേൻ്റെ ഇതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇല്ലാ വചനങ്ങളും ഉള്ള കാര്യങ്ങളായാലും ഇല്ലാ വചനങ്ങളായാലും നമ്മൾ കുറേ ആയി എന്നെ ദ്രോഹിക്കാൻ നടക്കുന്നു. കുറേ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നിനക്കുള്ള താക്കീതാണേടി, നീ ഓർത്തോളണം. എൻ്റെ ഇളയതാണെങ്കിലും നീ ഓർത്തോളണം, എൻ്റെ മൂത്തതാണെങ്കിലും നീ ഓർത്തോളണം. എന്നെ ഇത്താന്ന് വിളിക്കേണ്ടിയുള്ള യോഗ്യത നിനക്കില്ല. പിന്നെ എൻ്റെ സഹോദരങ്ങളടുത്ത് പറയാനൊരു കാര്യം, ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ മക്കളെ ഓർത്തിട്ടാണ്. എനിക്കൊരു ജോലിക്ക് പോകണം. ഇപ്പോഴും എനിക്ക് മഴ പെയ്താൽ മാത്രമേ റബ്ബർ പാലെടുക്കാൻ പോലും. എൻ്റെ ഉമ്മാരെയും ഉപ്പാരെയും തണലിൽ ഇവരില്ല, ഇത് കുഞ്ഞു മക്കളാണ്. ഇവർ എല്ലാവരും എനിക്ക് വളർത്തിയെടുക്കണം. എൻ്റെ മക്കളെ എനിക്ക് വളർത്തിയെടുക്കണം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് ആരെ മുമ്പ് കൈനീട്ടാൻ ഇട വരുത്തരുത് എന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ദുആ ചെയ്യണം. കാര്യമുണ്ട് എൻ്റെ മേലിൽ ഞാൻ ഇത്രയും മനസ്സ് നൊന്നിട്ട് കഴിയുന്നുണ്ട്. എൻ്റെ ഉമ്മ ഉപ്പാരുടെ അടുത്ത് എനിക്ക് സങ്കടം പറയാൻ പറ്റൂല. നോവുന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ നല്ല ഫാമിലിയാണെന്ന് നീ നോക്കിയിട്ട് പറയുക. ഞാൻ ഇപ്പോഴും വാണിങ്ങി തരാണ്. എൻ്റെ ലൈവിൽ അധികം വന്ന ഒരെണ്ണവും കയറേണ്ട കാര്യമില്ല. ഞാൻ വാണിങ്ങി ലാസ്റ്റ് തരാണ്. നിങ്ങൾ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരെ ഒന്നിൻ്റെ പേരിൽ ഞാൻ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. ഞാൻ എൻ്റെ നാട്ടുകാർക്കൊരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ല. ഒരു നാട്ടുകാർ പറയട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്തെന്ന് അവർക്ക് വേണ്ടി. ഞാൻ എൻ്റെ മക്കളെ പറഞ്ഞിട്ട് ഞാൻ നടക്കുകയാണ്. എവിടെ പോയാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകുമോ എൻ്റെ ഉമ്മച്ചിമാരെ കാണാൻ. അങ്ങനത്തെ വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല. എൻ്റെ ഉമ്മച്ചിമാരെ മുഖമോ അത് ഹോസ്പിറ്റലിൽ ഞാൻ പുറത്ത് പോയാൽ അധികം വീഡിയോ ഇടൂല. ചിലപ്പോൾ ഷോർട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഇടും. അപ്പം നിങ്ങൾ ഓർക്കുക, ഇപ്പോഴും ഞാൻ പറയണം, എന്നെ ദ്രോഹിക്കാൻ വരരുത്. എൻ്റെ ഭർത്താവായിരുന്ന ആൾക്ക്, ഇപ്പം എനിക്ക് ഭർത്താവില്ല, ആൾക്ക് ഇല്ലാത്ത ദണ്ണമൊന്നും നിങ്ങൾക്ക് വേണ്ട. കാരണം നിങ്ങളെ ഒന്നിട്ട് എൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുമില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് വന്നിട്ട് അനാവശ്യ രീതിയിലും ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ ബാക്കി ഞാൻ അപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴല്ല, നിന്റെ കുടുംബകാര്യം വരെ ഞാൻ ഇതിനകത്ത് എടുത്തങ്ങ് ഇട്ടുക. നീ നല്ലവളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ശരിയുള്ള കാര്യം എന്നുണ്ടെങ്കിൽ ഓക്കെ.
പിന്നെ എൻ്റെ മക്കൾക്ക് നിങ്ങൾ ആരെന്ത് വിചാരിച്ചാലും അള്ളാഹു അവർ ഈ ഭൂമിയിൽ വളരുന്നുണ്ടെങ്കിൽ അവർക്ക് ഏകിയിരിക്കും. ഞാൻ എൻ്റെ മക്കളെ വളർത്തും ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ. എനിക്ക് എനിക്ക് ഈ ദുനിയാവുണ്ടല്ലോ ഇത് ഇത്രയും കഷ്ടപ്പാടെങ്കിൽ എന്നെ ഖബറിൽ കൂട്ടിക്കൊണ്ടു എനിക്കൊരു പൊന്നു മോനുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് എന്ത് കണ്ണീര് വന്നാലും നിങ്ങൾ ആരും അതിന് താങ്ങാൻ നിൽക്കണ്ട. ഞാൻ ഇപ്പോഴും പറയുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ അടുത്ത് രാവിലെ വിളിച്ചിട്ട് എൻ്റെ സങ്കടം പറഞ്ഞു. എടി ഇങ്ങനെയാണ്. നിങ്ങൾ പറഞ്ഞു നീ ക്ഷമിച്ച് ഇവിടം വരെ നീ എത്തിയില്ലേ, നാട്ടുകാരല്ലേ, പോട്ടെ. പക്ഷെ എനിക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റൂല. എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു മനസാക്ഷിയുണ്ട്. ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നതിന് എനിക്കൊരു ആരോഗ്യം വേണം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഇപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർക്കുക, ഒന്നിൻ്റെ പേരിൽ എന്നെ ദ്രോഹിക്കരുത്. ഒന്നിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ വന്നിട്ടില്ല. എൻ്റെ ലൈവ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് നേരം സംസാരിക്കാനായിട്ട് കയറുന്നത്. അതൊരു അനാവശ്യകാര്യ രീതിയിലല്ല. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരു അള്ളാനെ ഓർത്തിട്ട് സഹായിക്കുക. ഉപ്പാക്ക് ജോലിക്ക് പോകാൻ പറ്റൂല. അപ്പം നിങ്ങൾ ഓർക്കുക എൻ്റെ അവസ്ഥ. അതിപ്പോൾ 3 മക്കളാണ്. ഗ്യാസ് എല്ലാം പൈസ കൊടുത്താണ് മേടിക്കേണ്ടിയുള്ളത്.